ഇനി നമുക്ക് ഉൺ ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ ഇം നോമിനാറ്റീവ് നോക്കാം. അതായത് നമ്മളിപ്പോൾ പഠിച്ചത് ബെസ്റ്റിമിറ്റ് ആയിരുന്നു അല്ലേ? ബെസ്റ്റിമിറ്റ് അതായത് സ്പെസിഫിക് ആയിട്ട് ദി മാൻ, ദി വുമൺ, ദി കാർ, ദി ഹൗസ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ്. അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒന്നിനെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നത്. എന്നാൽ ഉൺ ബെസ്റ്റിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് അല്ലാതെ പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കും. എ മാൻ, എ വുമൺ അല്ലെങ്കിൽ ആൻ ആപ്പിൾ എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾസ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഉൺ ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ ഇം നോമിനാറ്റീവ്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ദസ് ഈസ്റ്റ് ഐൻ മൻ. അത് ഒരു മാൻ ആണ്. ഒരു മാനിനെ പറഞ്ഞിട്ടുള്ളൂ, ദ മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡർ മൻ എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ച ബെസ്റ്റിമിറ്റിൽ ഡർ മൻ ആയിരുന്നു. ഇവിടെ എന്തായി? ഐൻ മന്നായി. അടുത്ത നോക്കിക്കേ. ഡർ മൻ വോണ്ട് ഇൻ പാരീസ്. ദ മാൻ ലിവ്സ് ഇൻ പാരീസ്. അതെന്താണ്? അത് ബെസ്റ്റിമിറ്റ് ആണ്. അതുകൊണ്ടാണ് ഡർ മൻ ആയത്. ആദ്യത്തെ സെൻറ്റൻസിൽ അത് ഐൻ മൻ ആയിരുന്നു. എന്താണ് വ്യത്യാസം? ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞത് അത് ഒരു മാൻ ആണ് എന്നാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടല്ല പറഞ്ഞത്, നമ്മൾ അത് ഒരു മാൻ ആണ്, ദിസ് ഈസ് എ മാൻ. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ആ മാനിനെ പറ്റി പർട്ടിക്കുലർലി സ്പെസിഫിക് ആയിട്ട് പറയാണ്, ദി മാൻ ലിവ്സ് ഇൻ പാരീസ്. അപ്പോൾ ദി മാൻ എന്നാകുമ്പോൾ അതെന്തായി? അത് ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിളായി. അപ്പോൾ ബെസ്റ്റിമിറ്റിൻ്റെ ആർട്ടിക്കിൾ ഡറാണ്, ഡർമൻ ആണ്. എന്നാൽ ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ ഐനാണ്. അപ്പോൾ അത് ഐൻമൻ ആണ്. ഓക്കെ, അങ്ങനെയാണ് മാസ്കുലൈൻ്റെ വരിക. ഇനി നമുക്ക് ഫെമിനൈൻ നോക്കി നോക്കാം. ദസ് ഈസ്റ്റ് ഐനെ ഫ്രൗ. അത് ഒരു വുമൺ, ദിസ് ഈസ് എ വുമൺ. അപ്പോൾ ഐൻ എന്നാണ് നമ്മൾ മാസ്കുലൈൻ പഠിച്ചെങ്കിൽ ഫെമിനൈൻ ആയപ്പോൾ അതെന്തായി? ഐനെ ഫ്രൗ ആയി. ഇനി ഈ ഫ്രൗവിനെ പറ്റി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിലോ, ദി ഫ്രൗ ഹിയർട്ട് മ്യൂസിക്. ദി ലേഡി ഈസ് ഹിയറിംഗ് മ്യൂസിക്. അപ്പോൾ ദി ഫ്രൗ, ദി ലേഡി എന്ന് പറയുമ്പോൾ അത് ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ അത് ദി ആവും. നേരത്തെ നമ്മൾ ബെസ്റ്റിമിറ്റിൽ പഠിച്ചു ഫെമിനൈൻ ആകുമ്പോൾ ദി ആണ്. ദി ഫ്രൗ ഹിയർട്ട് മ്യൂസിക്. അടുത്തത് ഇനി നോയിട്രല്ലോ ഒരു എക്സാമ്പിൾ നോക്കാം. ദസ് ഈസ്റ്റ് ഐൻ മാഡ്ഷൻ. മാഡ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ഇസ് എ ഗേൾ. അപ്പോൾ ഇവിടെ ഐൻ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് മാസ്കുലൈൻ വന്ന പോലെ തന്നെ ഐൻ മാഡ്ഷൻ എന്നാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നോയിട്രലിൻ്റെ ആർട്ടിക്കിൾ എന്താ? ദസ് ആണ്. നമ്മൾ ദർ, ദി, ദസ്, ദി എന്നാണ് ബെസ്റ്റിമിറ്റിൽ പഠിച്ചത് അല്ലേ? അപ്പോൾ നോയിട്രൽ ദസ് ആണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ആ കുട്ടിയെ പറ്റി പറയുമ്പോൾ ദസ് മാഡ്ഷൻ ഡാൻസ്ഡ്. ഡാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്നു. ദസ് മാഡ്ഷൻ ഡാൻസ്ഡ്. ഇനി പ്ലൂരലിനൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാലോ, ദസ് ഇൻഡ് ബ്ലൂമൻ. ബ്ലൂമൻ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദസ് ഇൻഡ് ബ്ലൂമൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഫ്ലവേഴ്സ്. അപ്പോൾ ദീസ് ആർ ഫ്ലവേഴ്സിനെ പറയുള്ളൂ, അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ ആ ഫ്ലവേഴ്സിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയാണ്, ദി ബ്ലൂമൻ സിൻഡ് ഷോൺ. ഷോൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ്. ഈ ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുൾ ആണ്. ദി ഫ്ലവേഴ്സ്, ആദ്യത്തേതിൽ ദീസ് ആർ ഫ്ലവേഴ്സ്, രണ്ടാമത്തേതിൽ ദിസ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ദ ഫ്ലവേഴ്സ് ആർ പ്രെറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്താണ്? ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ ദി ആണ് ഉപയോഗിക്കുക. അങ്ങനെ ഏകദേശം നമുക്ക് ടേബിൾ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? മാസ്കുലൈൻ ആണെങ്കിൽ ഐൻ എന്നും, ഫെമിനൈൻ ആണെങ്കിൽ ആർട്ടിക്കിൾ ഐനെ എന്നും, നോയിട്രൽ ആണെങ്കിൽ ഐൻ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂരലിന് എന്തുണ്ടാവില്ല? ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാസ്കുലൈൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ആപ്ഫൽ ആണെങ്കിൽ എന്ത് വരുമായിരുന്നു? ഐൻ ആപ്ഫൽ വരുമായിരുന്നു. കാരണം ആപ്പിൾ മാസ്കുലൈൻ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഫെമിനൈൻ നമ്മൾ ക്യാറ്റ് ആണെങ്കിൽ എന്ത് വരുമായിരുന്നു? ഐനെ കാറ്റ്സെ വരുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു യൂബുങ് ഉണ്ട്. യൂബുങ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ആണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദസ് ഈസ്റ്റ് ഡാഷ് ടാഷെ. ടാഷെ എന്ന് പറഞ്ഞാൽ ബാഗാണ്. അപ്പോൾ ദി ടാഷയാണ് അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദി ടാഷയാണ്, അതായത് ടാഷെ ബാഗ് എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ ക്യാരക്ടറാണെന്ന് ഇവിടെ ഹിൻഡ് തന്നിട്ടുണ്ട്. ദി ടാഷയാണ് ഇവിടെ തന്നിട്ടുണ്ട്. ദസ് ഈസ്റ്റ് ഡാഷ് ടാഷെ, അത് ഒരു ബാഗാണ് എന്നാണ് നമുക്ക് പറയാനുള്ള സെൻറ്റൻസ്. അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഐൻ വരുമോ, ഐനെ വരുമോ? ഐൻ, അതായത് ഐൻ, ഐനെ, ഐൻ, 3 ഓപ്ഷനാണ് നിങ്ങൾ ഇവിടെ പഠിച്ചത്. മാസ്കുലൈൻ, ഫെമിനൈൻ, നോയിട്രൽ. ഏതാണ് വരിക? അപ്പോൾ ഇവിടെ വരുന്നത് ദസ് ഈസ്റ്റ് ഐനെ ടാഷെ എന്നാണ്. കാരണം ഇതൊരു ഫെമിനൈൻ ക്യാരക്ടറാണ്. ഇവിടെ ദി ടാഷെ എന്ന് തന്നിട്ടുണ്ട്. ഡർ ആണെങ്കിൽ നമുക്കത് മാസ്കുലൈൻ ആകുമായിരുന്നു. ഇത് ഫെമിനൈൻ ആയതുകൊണ്ട് ദി ടാഷയാണ്. അപ്പോൾ അത് ഐനെ ടാഷെ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്തത് നോക്കാം. ദസ് ബുഹാണ്. ബുഹ എന്നുള്ളത് നോയിട്രൽ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ഇത് നമുക്ക് പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു രീതിയോ ലോജിക്കോ ഇല്ല. അത് ഇങ്ങനെ നമ്മൾ ഓർത്ത് വെക്കുക മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് ബാഗ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക ബാഗ് എന്താണ്? ഫെമിനൈൻ ക്യാരക്ടറാണ്. ആപ്ഫൽ, ആപ്പിൾ മാസ്കുലൈൻ ക്യാരക്ടറാണ്. കാറ്റ്സെ, കാറ്റ് ഫീമെയിൽ ക്യാരക്ടറാണ്. അത് നമ്മൾ ഓർത്ത് വെക്കുക, അല്ലാതെ വേറെ അതിന് ജനറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി ഇല്ല.
ബസ് ഒന്നായിരിക്കും, കാറ് വേറെ ഒന്നായിരിക്കും, ബൈസിക്കിൾ വേറെ ഒന്നായിരിക്കും. അതായത് നമ്മൾ എല്ലാ വെഹിക്കിൾസും ന്യൂട്രൽ ആണോ മാസ്കുലൈൻ അങ്ങനെയൊന്നുമില്ല. ഫറാഡ് വേറെ ആയിരിക്കും, ഫറാഡ് ബൈസിക്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ കാർ ദസ് ഔട്ടോ ആണ്, അതിൻ്റെ ന്യൂട്രലാണ്. അപ്പോൾ അത് മാറും. അങ്ങനെ നമുക്ക് ലോജിക്കലി ഒന്നും നമുക്കിത് ചിന്തിക്കാൻ കഴിയില്ല, നമുക്ക് ഓർത്ത് വെക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഓർത്ത് വെക്കുക, കഴിയുന്നത് 5-10 വാക്കുകൾ ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നോക്കിക്കുക, ദസ് ബൂഹാണ് നമുക്കിവിടെ ഹിൻഡ് തന്നിട്ടുള്ളത്. ദസ് ഈസ്റ്റ് ഡാഷ് ബൂഹ് എന്നാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക? ബൂഹ് എന്നുള്ളത് ദസ് ആണ്, അഥവാ ന്യൂട്രൽ ആണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ദസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബൂഹ് ന്യൂട്രലിൻ്റെ ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ എന്താ? ഐനാണോ ഐനയാണോ? ഐനാണ്. ഐനെ ഐൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ദസ് ഈസ്റ്റ് ഐൻ ബൂഹ് എന്നാണ് വരിക. അടുത്തത് നോക്കാം, ഡർ എലഫാൻറ്റ്. ഡർ എലഫാൻറ്റ് എന്ന് വെച്ചാൽ എലഫൻ്റ് തന്നെയാണ് നമ്മൾ ആന. അപ്പോൾ ഇവിടെ ഡർ ആണെന്ന് മാസ്കുലൈൻ ആണ് തന്നിട്ടുണ്ട്. ദസ് ഈസ്റ്റ് ഡാഷ് എലഫാൻറ്റ്, അത് ഒരു ആനയാണെന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡർ ആകുമ്പോൾ മാസ്കുലൈൻ ആകുമ്പോൾ ബെസ്റ്റിമേറ്റ് എന്താ വരിക? ഐനാണ് വരിക. ദസ് ഈസ്റ്റ് ഐൻ എലഫാൻറ്റ് അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഏകദേശം അറ്റ് എ ഗ്ലാൻസ് നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ എങ്ങനെ വരും? ഇതാണ് നമ്മൾ ബെസ്റ്റിമേറ്റിൽ പഠിച്ചത്. എന്താ പഠിച്ചത്? ദർ, ദി, ദസ്, ദി, അതാണ് അതിൻ്റെ ആർട്ടിക്കിൾ. ഇത് കാണാതെ പഠിച്ചു വെക്കുക. ദർ, ദി, ദസ്, ദി, ദർ, ദി, ദസ്, ദി, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഡർ ആണ് മാസ്കുലൈൻ, ദി ഫെമിനൈൻ, ദസ് ന്യൂട്രൽ, ദി പ്ലൂരൽ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ ആകുമ്പോൾ ഐൻ, ഐനെ, ഐൻ, മാസ്കുലൈൻ ഐൻ, ഫെമിനൈൻ ഐനെ, ന്യൂട്രൽ ഐൻ. അതായത് മാസ്കുലൈനും ന്യൂട്രലും ബെസ്റ്റിമേറ്റിന് ഒരേ ആർട്ടിക്കിളാണ്. പ്ലൂരലിന് ഉണ്ടാവില്ല, ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ?